പാകിസ്ഥാനെ അവരുടെ മണ്ണിലെത്തി 2-0 പരാജയപ്പെടുത്തി. അതിനുശേഷം ഇന്ത്യയിലേക്ക് വിമാനം കയറുമ്പോൾ ബംഗ്ലാദേശ് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഇനി പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇനി ഇന്ത്യയാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളതെന്ന്. ഇന്ത്യയെ തോൽപ്പിക്കുമെന്നതാണ്, അല്ലെങ്കിൽ ഇന്ത്യനെ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തിയ ഒരു വിജയം സ്വന്തമാക്കുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് ബംഗ്ലാദേശ് ടീം ഇന്ത്യയിലെത്തിയത്. പക്ഷേ ചെന്നൈയിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഒരു വൻ തോൽവിയാണ് ബംഗ്ലാദേശ് നേരിടേണ്ടി വന്നത്. അതായത് 280 റൺസിൻ്റെ വിജയം ഇന്ത്യ സ്വന്തമാക്കിയപ്പോൾ രണ്ടാം ഇന്നിങ്സിൽ സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെടുന്ന ഒരു ബാറ്റിംഗ് നിരയാണ് ബംഗ്ലാദേശിൻ്റെ ഉണ്ടായത്. മറുവശത്താണെങ്കിൽ ഇന്ത്യ ആണെങ്കിലും ബൗളിങ്ങിലും ബാറ്റിങ്ങിലും മേധാവിത്വം സ്ഥാപിച്ചു. ആദ്യ ഇന്നിങ്സിൽ അശ്വിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു സെഞ്ചുറി പ്രകടനം ഉണ്ടായപ്പോൾ രണ്ടാം ഇന്നിങ്സിൽ ഗില്ലും പന്തിൽ നിന്നും സെഞ്ചുറി ഉണ്ടായി. അതുപോലെ തന്നെ ബൗളർമാരും മികച്ച പിന്തുണ നൽകി. അശ്വിൻ 6 വിക്കറ്റാണ് സ്വന്തമാക്കിയത്. വൻ വിജയമാണ് ഇന്ത്യ. അതായത് ക്രിക്കറ്റ് ടെസ്റ്റിലെ എല്ലാം സമ്പൂർണ്ണ ആദ്യത്തെ വിജയിച്ച്. ഇനി അടുത്ത ടെസ്റ്റ് നടക്കുന്ന രണ്ടാം ടെസ്റ്റ് നടക്കുന്ന കാൺപൂരിലാണ്. കാൺപൂരിലെ ടെസ്റ്റിൽ ബംഗ്ലാദേശ് എങ്ങനെ ജയിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു, കാരണം ബംഗ്ലാദേശിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നാണ്. ബംഗ്ലാദേശിന് സാധ്യതകൾ വിരളമാണ്. പാകിസ്ഥാൻ അല്ല ഇന്ത്യ എന്ന് തന്നെയാണ് അതിന് ഉത്തരം. പാക് മണ്ണിൽ പോയിട്ട് 2-0 ജയിച്ചിട്ട് ആ ആത്മവിശ്വാസത്തോടെ ഇന്ത്യ വന്നെങ്കിൽ ആത്മവിശ്വാസം പൂർണ്ണമായും ആദ്യ ടെസ്റ്റിൽ നഷ്ടപ്പെട്ടു. ഇന്ത്യയുടെ ഒന്നാം ടെസ്റ്റ് മത്സരത്തിൽ, ചെന്നൈയിൽ നടന്ന മത്സരത്തിൽ ആദ്യ സെഷനിൽ ഇന്ത്യയുടെ 4 വിക്കറ്റുകൾ വീണു. പിന്നെ മുൻനിര ബാറ്റ്സ്മാൻമാരെല്ലാം കൂടാരം കയറി. ആ സമയത്ത് പാകിസ്ഥാനെ തകർത്ത അതേ ഒരു ഫീൽ തന്നെയായിരിക്കും ബംഗ്ലാദേശ് താരങ്ങൾ ഗ്രൗണ്ടിൽ ഉണ്ടാവുക. പക്ഷെ അവിടെ നിന്ന് നമ്മുടെ ഓപ്പണർ ജയ്സ്വാളും ജഡേജയും അശ്വിനും ചേർന്ന് ഒരു ഇന്ത്യയെ രക്ഷിച്ച് കരകയറ്റി കൊണ്ടുവരികയായിരുന്നു. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ഇന്ത്യയുടെ സമ്പൂർണ്ണമായിട്ടായിരുന്നു. ആദ്യ ഇന്നിങ്സിൽ ഒരു കൂറ്റൻ സ്കോർ, പിന്നെ ജയ്സ്വാളിൻ്റെയും ജഡേജയുടെയും അർദ്ധ സെഞ്ചുറിയും അശ്വിൻ്റെ സെഞ്ചുറിയും ബലത്തിൽ സ്കോർ ഉയർത്തുന്നു, ബംഗ്ലാദേശിന് എറിഞ്ഞിടുന്നു. രണ്ടാം ഇന്നിങ്സിൽ ഗില്ലും നമ്മുടെ പന്തും സെഞ്ചുറി അടിക്കുന്നു, സ്കോർ ഉയർത്തുന്നു, ഡിക്ലെയർ ചെയ്ത് ബംഗ്ലാദേശിനെ ബാറ്റിങ്ങിന് ഇറക്കുന്നു. ബംഗ്ലാദേശ് വന്നപ്പോൾ ചെറുത്തിൽ ശ്രമിച്ചെങ്കിലും അധികം സമയം നീണ്ടു നിന്നില്ല. 250 റൺസിന് ഇന്ത്യ മത്സരം അവസാനിപ്പിക്കുകയാണ്, റൺസിൻ്റെ വിജയത്തോടെ അവസാനിപ്പിക്കുകയാണ്. രണ്ടാം ടെസ്റ്റിലേക്ക് വരുമ്പോൾ കാൺപൂരിൽ 2 പിച്ചാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഒന്ന് സ്പിന്നിനെ അനുകൂലിക്കുന്ന പിച്ചും ഒന്ന് പേസിനെ അനുകൂലിക്കുന്ന പിച്ചുമാണ്. സ്വാഭാവികമായും സ്പിന്നിനെ അനുകൂലിക്കുന്ന പിച്ചിലായിരിക്കും മത്സരം നടക്കുമെന്നാണ് കരുതുന്നത്. ഇന്ത്യ തന്നെയായിരിക്കും ആവശ്യപ്പെടുക. പക്ഷേ ഇനി വിദേശ പര്യടനം വരുന്നതുകൊണ്ട് പേസ് അനുകൂലിക്കുന്ന പിച്ചിൽ കളിക്കാൻ തയ്യാറാകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. 2 പിച്ചിലായാലും ഇന്ത്യക്ക് തന്നെയാണ് സമ്പൂർണ്ണ ആദിത്യം ഉണ്ടാകുന്നതാണ് കരുതുന്നത്. സ്പിന്നിനെ തുറക്കുന്ന പിച്ചാണെങ്കിൽ ആദ്യ ടീമിൽ നിന്നൊരു പേസറെ പുറത്തിരുത്തി ഒരു സ്പിന്നറെ ഉൾപ്പെടുത്തിയായിരിക്കും ഇന്ത്യ കളിക്കുക. അത് മിക്കവാറും സ്വന്തം നാട്ടിൽ നടക്കുന്ന മത്സരം വേണ്ടി കുൽദീപിന് തന്നെയായിരിക്കും ചാൻസ് കിട്ടുക. കുൽദീപ് വന്നാലും അതും ബംഗ്ലാദേശിന് തിരിച്ചടിയുമ്പോൾ മാറും. മറുവശത്ത് ബംഗ്ലാദേശിനും സമാനമായ സ്പിൻ പിച്ചാണെങ്കിൽ ഒരു സ്പിന്നർ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. പക്ഷെ എങ്ങനെ നോക്കിയാലും ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ ഇന്ത്യയുടെ മുൻനിര ബാറ്റ്സ്മാൻമാർ പ്രധാന താരങ്ങളായ രോഹിത്തും വിരാടും പിന്നെ വലിയ ഒരു റൺ കണ്ടെത്താൻ വിഷമിച്ചിരുന്നു. KL രാഹുലിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്. അപ്പം അവിടെ ഒരു ചെറിയ ന്യൂനതകളുണ്ട്. യുവതാരങ്ങളും ഓൾറൗണ്ടർമാരും ബൗളർമാരും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മികച്ച ഫോമിലാണുള്ളത്. ആ ഒരു ഘട്ടത്തിൽ ഇന്ത്യക്ക് പേടിക്കാനൊന്നുമില്ല, ഇന്ത്യക്ക് ആശങ്കകളൊന്നുമില്ല. പക്ഷെ ബംഗ്ലാദേശിന് ആശങ്കയുണ്ട്. കാരണം 2-0 ജയിച്ചിട്ട് വന്നിട്ട് 2-0 തോറ്റു പോകുമോ എന്നൊരവസ്ഥയിലാണുള്ളത്. എനിക്കൊന്നും അങ്ങനെ തന്നെ ആയിരിക്കും മിക്കവാറും ഈ മത്സരവും ഉണ്ടാവുക എന്നാണ്. രണ്ടാം ടെസ്റ്റും ഇന്ത്യക്ക് സ്വന്തമാക്കാം എന്നുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. പക്ഷേ ഭീഷണിയായിട്ട് ആകെയുള്ളൊരു കാലാവസ്ഥ പ്രശ്നമുണ്ട്. മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. പിന്നെ പിച്ചിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സ്പിന്നിനെ പിന്തുണയ്ക്കുന്ന പിച്ചാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് തന്നെയാണ് മുൻതൂക്കം. കഴിഞ്ഞ ആദ്യ ടെസ്റ്റ് പരിക്കേറ്റിരുന്നു, ഷാക്കിബ് അൽ ഹസന് പരിക്കേറ്റു. അവരുടെ മികച്ച ഓൾറൗണ്ടറാണ്, സ്പിന്നറാണ്. പക്ഷെ അദ്ദേഹം കളിക്കുമെന്നാണ് കോച്ച് പറയുന്നത്, ബംഗ്ലാദേശ് കോച്ച് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കളിച്ചെങ്കിൽ പോലും ഇന്ത്യക്ക് തന്നെയാണ് മേധാവി. മൂന്നാം സ്പിന്നറായിട്ട് നഹീദ് റാണയ്ക്ക് പകരം താജുൽ ഇസ്ലാം ടീമിലേക്ക് വരും. പിന്നെ ഷാക്കിബ് അൽ ഹസൻ കളിക്കുന്ന കോച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റേ ബൂമറയുടെ പന്തിൽ കൈക്ക് വിരൽ പരിക്കുകയാണ്, പക്ഷെ അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു സ്പിന്നറിംഗ് കൊണ്ട് തന്നെയായിരിക്കും ബംഗ്ലാദേശ് കളിക്കുക. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ കാലാവസ്ഥ ഒരു വില്ലനാക്കും. മത്സരം നടക്കുമോ എന്ന് സംശയം തന്നെയുണ്ട്. മത്സരത്തിന്റെ ആദ്യ ദിനമായ വെള്ളിയാഴ്ച സെപ്റ്റംബർ 27-ന് 90% മത്സരമാണ് പറയുന്നത്. മത്സരം നടക്കുന്ന 9:30-ക്കും 4:30-ക്കും ഇടയിൽ 50% മത്സരം പറയുന്നുണ്ട്. അപ്പോൾ ഈ കാലാവസ്ഥയും കൂടെ വെല്ലുവിളിച്ചിട്ട് വേണം, കാലാവസ്ഥയും കൂടെ മുട്ടിയിട്ട് വേണം ബംഗ്ലാദേശിനും ഇന്ത്യക്കും മത്സരത്തിന് ഇറങ്ങാൻ. ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ പറയുമ്പോൾ ഇപ്പം മഴ പെയ്യുകയാണെങ്കിൽ, കാലാവസ്ഥ പ്രശ്നമാണെങ്കിൽ സ്പിന്നിന് പ്രതികൂലമായി മാറാനാണ് സാധ്യത. അപ്പോൾ പിന്നെ പേസർമാരായിരിക്കും കളിക്കാൻ ചാൻസ്. അപ്പം ഈ ടീം സെലക്ഷനെ കാലാവസ്ഥയും ഒരു നിർണ്ണായക ഘടകമാവും. ടോസ് സമയത്ത് എങ്ങനെയാണോ ഉണ്ടാവുക എന്ന് വെച്ചിട്ടായിരിക്കും ടീമിൽ ഇപ്പം സ്പിന്നറാണോ പേസറാണോ കൂടുതലായി വരിക എന്ന് നോക്കേണ്ടി വരില്ല. ഇപ്പം സ്പിന്നിനെ അനുകൂലിക്കുന്ന പിച്ചാണെങ്കിൽ ആദ്യ മത്സരത്തിൽ നിന്ന് നമ്മൾ സിറാജിനായിരിക്കും, സിറാജും ബൂമറയും ആകാശ്ദീപുമാണ് കളിച്ചിരിക്കുന്നത്. അപ്പം അതിൽ പിന്നെ സിറാജിന്റെ ഫോം, സിറാജാണ് കുറച്ചുകൂടി മങ്ങിയ പ്രകടനം കാഴ്ചവെച്ചത്. അപ്പോൾ സിറാജിന് പകരം
കുൽദീപ് യാദവിനായിരിക്കും ടീമിലെത്തുക. അക്സർ പട്ടേൽ ഉണ്ട്, ഓൾറൗണ്ടറാണ്, ഓൾറൗണ്ടർമാരുടെ പട്ടിക മുന്നിലുള്ള താരമാണ്. അപ്പം അക്സർ പട്ടേലിനെ കളിപ്പിക്കാം. പക്ഷേ കാൺപൂരിലെ മത്സരമായതുകൊണ്ട് കുൽദീപിനും സാധ്യതയുണ്ട്. കുൽദീപ് വന്നാലും മികച്ച സ്പിന്നറാണ്, കുൽദീപിനും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും. മറുവശത്ത് ബംഗ്ലാദേശ് അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഔട്ട്ഫീൽഡിലൊക്കെ വേഗത കുറയുമോ, മഴയാണെങ്കിൽ വേഗത കുറയുന്നൊരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ സ്പിന്നിന് എത്രത്തോളം കളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബംഗ്ലാദേശിന് അത് വെല്ലുവിളിയാണ്. മത്സരം നടന്നില്ലെങ്കിൽ 1-0 പരാജയത്തിലേക്ക് പോകും. മത്സരം നടന്നാൽ ചിലപ്പോൾ 2-0 പരാജയം വരുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അപ്പോൾ കുറച്ചുകൂടി പിന്നെ ഒരു നാളെ ടോസിന് ശേഷം പറയാൻ പറ്റും മത്സരം എങ്ങനെയാവും, ഈ കാലാവസ്ഥയോടും കൂടി കളിച്ചിട്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഒരവസ്ഥയിലേ ഉള്ളത്. പക്ഷേ എന്നാലും ഇന്ത്യക്ക് പ്രതീക്ഷയുണ്ട്. ഈ പറയുന്ന പോലെ ഇപ്പം 1ാം ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ റാങ്കിങ് പുറത്തു വന്നു. ഇന്ത്യൻ താരങ്ങൾക്ക് നല്ല നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. യുവതാരങ്ങൾ എസ് ജയ്സ്വാൾ ബാറ്റ്സ്മാൻ പട്ടികയിൽ 5ാമതെത്തി. ഒരു വർഷത്തിനിടെ ശേഷം കളത്തിലേക്ക് തിരിച്ചെത്തിയ ഋഷഭ് പന്ത് 6ാം സ്ഥാനത്ത്, ഒരു ബാറ്റ്സ്മാൻ പട്ടിക 6ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. പന്തിൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവാണ് 1ാം ടെസ്റ്റിൽ കണ്ടത്. കഴിഞ്ഞ T20 IPL മത്സരങ്ങൾ IPL സീസണിൽ തിരിച്ചു വന്നു. അതിനുശേഷം 2020 ലോകകപ്പ് കളിക്കുന്നു, ഏകദിനം കളിക്കാൻ പോകുന്നു. അതിനുശേഷം ടെസ്റ്റിലേക്ക് വന്നപ്പം പന്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോർമാറ്റ് ആയിട്ട് പറയുന്നത് ടെസ്റ്റ് ക്രിക്കറ്റാണ്. ആ ടെസ്റ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ താരത്തിന് പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ 1ാം നമ്പർ വിക്കറ്റ് കീപ്പർ അത് പന്ത് തന്നെയാണെന്ന് അടിവരയിടുന്നൊരു പ്രകടനം തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ പന്തിൻ്റെ ആ ഒരു തിരിച്ചുവരവ് 6ാം റാങ്കിലേക്ക് തിരിച്ചെത്തുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഒരു സമ്പൂർണ്ണമായിട്ടൊരു പിന്നെ ഇന്ത്യക്ക് ഒരു മാനസികമായിട്ടൊരു ആധിപത്യമുണ്ട്. പക്ഷെ അത് പറയുമ്പോഴും രോഹിത്തിൻ്റെയും വിരാടിൻ്റെയും ഫോം കൂടെ പറയേണ്ടതുണ്ട്. വിരാട് 12ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്, രോഹിത് 10ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്. 2 സീനിയർ താരങ്ങളാണ്, 2 സൂപ്പർ താരങ്ങളാണ്. അപ്പം വിരാട് കുറച്ചായിട്ട് ഫോം ഔട്ടാണെന്നുള്ള ഒരു രീതിയിൽ ടോക്ക് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. വിരാടിൻ്റെ ഫോം ഔട്ട് മരിച്ച് രോഹിത്തിൻ്റെ ഫോം ഔട്ട് എന്താവും എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ നാളത്തെ മത്സരം പിന്നെ നാളെ ആരംഭിക്കുന്ന മത്സരം 2 താരങ്ങൾക്കും നിർണായകമാണെന്ന് കൂടി ഇതിലൊക്കെ ഉണ്ട്. നിർണായകം എന്ന് ഉദ്ദേശിച്ച് ഫോമിൻ്റെ കാര്യത്തിലല്ല, അല്ലാതെ മറ്റൊന്നും താരങ്ങൾക്ക് ബാധിക്കാനുള്ള ഫോമിൻ്റെ കാര്യത്തിലാണ് വരുന്നത്. അപ്പം ഈ ഇന്ത്യ സമ്പൂർണ്ണ ആധിപത്യത്തോടെ മാനസിക ആധിപത്യത്തോടെ തന്നെയാണ് നാളത്തെ മത്സരത്തിനും ഇറങ്ങുന്നത്. കാൺപൂരിൽ 2 പിച്ചുകളാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. അതിൽ ഒന്ന് പേസിനെ പിന്തുണയ്ക്കുന്ന പിച്ചും രണ്ടാമത് സ്പിന്നിനെ പിന്തുണയ്ക്കുന്ന പിച്ചും. ഈ ഓസ്ട്രേലിയൻ പര്യടനം വരാൻ ഇന്ത്യക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി കണക്കിലെടുത്താൽ ഇന്ത്യ സ്വാഭാവികമായിട്ട് ചിലപ്പം അതായത് ക്യാപ്റ്റൻ അങ്ങനെ ഓസ്ട്രേലിയൻ പര്യടനം മുന്നിൽ കണ്ടാണ് പിച്ച് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ചിലപ്പം പേസിനെ പിന്തുണയ്ക്കുന്ന പിച്ചായിരിക്കും കളിക്കാൻ സാധ്യത. കാരണം വെച്ചാൽ ഓസ്ട്രേലിയൻ പര്യടനം ഇന്ത്യക്ക് മുമ്പിലുണ്ട്. മറുവശത്താണെങ്കിൽ സ്പിന്നിനാണ് പിന്തുണയ്ക്കുന്ന പിച്ചാണ് കൂടുതലും. കാരണം വെച്ചാൽ കറുത്ത കളിമണ്ണിൽ നിർമ്മിച്ചിരിക്കുന്ന പിച്ചാണ്. അതിൻ്റെ തുടക്കം സ്പിന്നിനെ അനുകൂലിക്കും. അതായത് പന്ത് വേഗത കുറവായിരിക്കും. അത് കളി പുരോഗമിക്കും തോറും അത് അതേ അവസ്ഥ തുടരുകയും ചെയ്യും. വേഗത വീണ്ടും കുറയുന്ന പിച്ചാണ്. അവിടെ അങ്ങനെ തുടർന്നാൽ പോലും അവിടെയും ഇന്ത്യക്ക് ഒരു മേധാവിത്വമുണ്ട്. ഇന്ത്യയിലെ മത്സരത്തോട് പറയുമ്പോൾ ഇന്ത്യക്ക് അനുകൂലമായി വരുമ്പോൾ 2 പിച്ചായാലും ഇന്ത്യക്ക് ആധിപത്യമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയൻ പര്യടനം മുന്നിൽ കാണുന്നുണ്ടെങ്കിലും സ്പിൻ പിച്ചിലേക്ക് ഇന്ത്യ കൂടുതൽ കളിക്കാൻ തയ്യാറെടുക്കുക. കാരണം ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലുള്ള ഒരു ഇതായിട്ടാണ് ഈ മത്സരത്തെ കാണുന്നത് രോഹിത് പറഞ്ഞിട്ടുണ്ട്. അപ്പം വിജയത്തെ കുറഞ്ഞൊന്നും ടീം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവനൊരു പരീക്ഷണത്തിന് നിൽക്കുന്നില്ല. പക്ഷെ ഇപ്പം പറഞ്ഞ പോലെ ബംഗ്ലാദേശാണ് എതിരാളികളെ കുറച്ച് കാണുന്നില്ലെങ്കിൽ പോലും ഇന്ത്യക്ക് ആധിപത്യം ഉള്ളതുകൊണ്ട് പേസ് പിച്ചിൽ കളിക്കുമെന്നും അറിയില്ല. പക്ഷെ പേസ് പിച്ചിൽ കളിച്ചാലും കുഴപ്പമില്ല. ഇന്ത്യക്ക് 2 ആയാലും ബോളിംഗിലായാലും ഫോമിൽ താരങ്ങളുണ്ട്, ബാറ്റിംഗിലെ സ്പിൻ ബോളിംഗിലും പേസ് ബോളിംഗിലും താരങ്ങളുണ്ട്. 2ഉം റിസർവ് ടീമിലുണ്ട്. അപ്പോൾ അതെന്തായാലും പ്രശ്നമില്ലാത്ത രീതിയിലാണ്. പിന്നെ ആത്മവിശ്വാസത്തോടെ തന്നെ 2 പിച്ചിലും ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കും. അതിൽ കാലാവസ്ഥ നിർണായകമായിരിക്കും. മഴയുടെ ഒരു ഇരുണ്ട മൂടിയ കാലാവസ്ഥയാണെങ്കിൽ പേസ് പിച്ചിൽ തന്നെയും കളിക്കാൻ വേണ്ടി തീരുമാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. നേരെ മറിച്ചാണെങ്കിൽ ചിലപ്പോൾ സ്പിൻ പിച്ചിൽ വരുമ്പോൾ തന്നെ അതിനും ടീം സെറ്റാണ്. അപ്പം കാലാവസ്ഥയും കൂടി ടീമിന് പ്ലേയിങ് 11നെയും പിന്നെ പേസ് പിച്ചാണോ സ്പിൻ പിച്ചാണോ എന്നതിനും കൂടെ തീരുമാനിക്കാനുള്ള ഒരു ഘടകമായി മാറിയേക്കും.